ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേറെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും ഏലക്കയും കൂടി കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് നമ്മളെ ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിൻ്റെ മാവ് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ പത്തിലേക്ക് പ്രസ് ചെയ്യുന്ന പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ അതാ ഈ ഒരു വലുപ്പത്തിൽ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ സ്നേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ എല്ലാതും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ അത് ഫ്രൈ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം അതിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഒരു ഭാഗം കളർ മാറി ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.